MDMA ഇടപാട് നടത്തിയിട്ടില്ലെന്ന് അറസ്റ്റിലായ അധ്യാപിക കീർത്തന. ആർക്കും ലഹരി നൽകിയിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നതെല്ലാം സത്യമല്ലെന്നും ബാങ്ക് അക്കൗണ്ടിൽ മൈനസാണ് ബാലൻസ് എന്നും കീർത്തന മാധ്യമങ്ങളോട് പറഞ്ഞു. പറയാണ്ട് എന്റെ രണ്ട് സ്റ്റേറ്റ്മെന്റും കൊയിലാണ്ടിയും ഗ്രാമീണും കറക്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കുക. സ്റ്റേറ്റ്മെന്റ് മൈനസ് ആണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നതെല്ലാം എല്ലാം സത്യം എടുത്തിട്ട് മാധ്യമങ്ങൾ അറിയണം സത്യം. നിങ്ങൾ കറക്റ്റ് ആയിട്ട് സത്യം ഇല്ല പങ്കില്ല. നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കുക. നിങ്ങൾ എന്റെ സ്റ്റേറ്റ്മെന്റ് കൊയിലാണ്ടി ഗ്രാമീണ ബാങ്കും കനറ ബാങ്കും കേട്ടോ, അതിൽ മൈനസാ ലോൺ അടവ്. ഇതുവരെ കൊടുത്തിട്ടില്ല. ഞാനൊരു അധ്യാപികയാണ്, ഒരു ആൺകുട്ടിന്റെ അമ്മയാണ്. പറയാണ്ട് എന്റെ രണ്ട് സ്റ്റേറ്റ്മെന്റും കൊയിലാണ്ടിയും ഗ്രാമീണും കറക്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കുക. സ്റ്റേറ്റ്മെന്റ് മൈനസ് ആണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നതെല്ലാം എല്ലാം സത്യം എടുത്തിട്ട് മാധ്യമങ്ങൾ അറിയണം സത്യം. നിങ്ങൾ കറക്റ്റ് ആയിട്ട് സത്യം ഇല്ല പങ്കില്ല. നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കുക. നിങ്ങൾ എന്റെ സ്റ്റേറ്റ്മെന്റ് കൊയിലാണ്ടി ഗ്രാമീണ ബാങ്കും കനറ ബാങ്കും കേട്ടോ, അതിൽ മൈനസാ ലോൺ അടവ്. ഇതുവരെ കൊടുത്തിട്ടില്ല. ഞാനൊരു അധ്യാപികയാണ്, ഒരു ആൺകുട്ടിന്റെ അമ്മയാണ്. അഭിജിത്ത് മുഴക്കുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അഭിജിത്ത്, ഈ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ കീർത്തന പറയുന്നുണ്ട് ഞാനൊരു അധ്യാപികയാണ്, ഒരു ആൺകുട്ടിയുടെ അമ്മയാണ് എന്നുള്ളത്. അത് തന്നെയായിരുന്നു കേരളത്തെ ഞെട്ടിച്ചത്. ഒരു അധ്യാപികമാർ ഇങ്ങനെ ചെയ്യുമോ എന്നുള്ളൊരിതായിരുന്നു. എന്തായാലും ഈ കേസ് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോഴാണ് കീർത്തനയുടെ പ്രതികരണം നേരിട്ട് കേൾക്കുന്നത്. എന്താണ് അവർ പറഞ്ഞു വെക്കുന്നത്? ശ്രുതി, ഇന്ന് വടകര NDPS കോടതിയിൽ കീർത്തനയുടെ ജാമ്യാപേക്ഷ പരിഗണിച്ചിരുന്നു. കീർത്തനയെ അവിടെ ഹാജരാക്കുകയും ചെയ്തു. 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ കീർത്തനയെ വിടുകയും ചെയ്തു. അതിനിടയിലാണ് കീർത്തനയുടെ ഈ പ്രതികരണം മാധ്യമങ്ങളോട് വരുന്നത്. അതിൽ കീർത്തന പറയാൻ ശ്രമിക്കുന്നത് താൻ ഇങ്ങനെയൊരു MDMA ഇടപാട് നടത്തിയിട്ടേയില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് മുഴുവനായും വിശ്വസിക്കരുത്. തന്റെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കാര്യം വ്യക്തമാകും. നേരത്തെ പോലീസ് പറഞ്ഞ കാര്യം ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട പണങ്ങൾ അത് ലക്ഷക്കണക്കിന് രൂപ കീർത്തനയുടെയും മറ്റ് അധ്യാപകരുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തി എന്നുള്ളതാണ്. ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കീർത്തനയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. പക്ഷേ ഇതെല്ലാം നിഷേധിക്കുകയാണ് കീർത്തന. തന്റെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ തനിക്ക് 2 ബാങ്ക് അക്കൗണ്ടുകളുണ്ട്, ഇത് രണ്ടും പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കാര്യം വ്യക്തമാകുമെന്നും കീർത്തന പറയുകയാണ്. താനൊരു അധ്യാപികയാണ്, ഒരു ആൺകുട്ടിയുടെ അമ്മയാണ്. താൻ ഇങ്ങനെയുള്ള യാതൊരു കാര്യവും ചെയ്യുകയില്ല, ആർക്കും താൻ ലഹരി കൊടുത്തിട്ടുമില്ല എന്നുള്ളതാണ് ഇന്നിപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപാകെ കീർത്തന പറയാൻ ശ്രമിക്കുന്ന കാര്യം. പോലീസ് ഏതായാലും കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ശ്രുതി. കാരണം കീർത്തനയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഈ കേസിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് മറ്റുള്ള ആളുകളിലേക്ക് കൂടി എത്താൻ പോലീസിന് സാധിക്കുകയുള്ളൂ. അതിനാൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം NDPS കോടതിയിൽ പോലീസ് ഒരു കസ്റ്റഡി അപേക്ഷ നൽകിയത്. ഇനിയിപ്പോൾ വയനാട് സ്വദേശിയായ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയെ കൂടി പോലീസിന് പിടികൂടാനായുണ്ട്. അയാളിലേക്ക് കൂടി എത്താൻ കീർത്തനയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നത് ഏറ്റവും അനിവാര്യമാണ് എന്നുള്ളതായിരുന്നു പോലീസ് വ്യക്തമാക്കിയ കാര്യം. മാത്രമല്ല നിരവധി പേർ കീർത്തനയ്ക്ക് ലഹരിയുമായി ബന്ധപ്പെട്ട് പണം അയച്ച് നൽകിയിട്ടുണ്ട് എന്നും കൂടുതൽ ആളുകളിലേക്ക് ഈ ലഹരി കീർത്തന എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതുമായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. അതിനാൽ തന്നെ കീർത്തനയുടെ ചോദ്യം ചെയ്യൽ അനിവാര്യമാണ്. ഈ അറസ്റ്റിലായ മുഴുവൻ അധ്യാപകരെയും 3 അധ്യാപികമാരും പിന്നെ ഒരു ഡെലിവറി ബോയുമാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഈ 4 പേരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്നുള്ളതായിരുന്നു പോലീസിന്റെ നീക്കം. അതേസമയം ആദ്യം ഇതിലെ ഏറ്റവും പ്രധാന കണ്ണി എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്ന കീർത്തനയെ ആദ്യം ചോദ്യം ചെയ്യുക, ശേഷം കൂടുതൽ ആളുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് പോലീസ് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത്, തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ആദ്യം കീർത്തനയ്ക്കായി കസ്റ്റഡി അപേക്ഷ നൽകുന്നതും. നിലവിൽ ഇപ്പോൾ നാളെ വൈകിട്ട് വരെ കീർത്തനയെ പോലീസ് കസ്റ്റഡിയിൽ വടകര NDPS കോടതി വിടുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്നതിനിടയിലാണ് ഈ രീതിയിലുള്ള ഒരു പ്രതികരണം കീർത്തനയിൽ നിന്നുണ്ടാകുന്നത്. നമുക്കറിയാം, വളരെ ഞെട്ടലുണ്ടാക്കിയ സംഭവമാണ്. വളരെ വലിയ കാര്യങ്ങൾ, ഗുരുതരമായ കാര്യങ്ങളാണ് കീർത്തനയ്ക്കെതിരെ പോലീസിന്റെ കണ്ടെത്തലായി പുറത്തു വന്നിട്ടുള്ളത്. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം പോലീസ് ഉന്നയിക്കുന്ന, പോലീസ് പുറത്തുവിട്ട കാര്യങ്ങളെല്ലാം ഒന്നാകെ നിഷേധിക്കുകയാണ് കീർത്തന. തീർച്ചയായിട്ടും എന്തായാലും കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളണമെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങേണ്ടതുണ്ട് എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തിന്റെ വാദം. അതുകൊണ്ടാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ ലഭിച്ചിരിക്കുന്ന കീർത്തനയെ. ആ സമയത്താണ് കീർത്തനയുടെ പ്രതികരണം എന്നത്. നമുക്ക് അതൊന്നുകൂടി കേട്ടിട്ട് വരാം. പറയാണ്ട് എന്റെ രണ്ട് സ്റ്റേറ്റ്മെന്റും കൊയിലാണ്ടിയും ഗ്രാമീണും കറക്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കുക. സ്റ്റേറ്റ്മെന്റ് മൈനസ് ആണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നതെല്ലാം എല്ലാം സത്യം എടുത്തിട്ട് മാധ്യമങ്ങൾ അറിയണം സത്യം. നിങ്ങൾ കറക്റ്റ് ആയിട്ട് സത്യം ഇല്ല പങ്കില്ല. നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കുക. നിങ്ങൾ എന്റെ സ്റ്റേറ്റ്മെന്റ് കൊയിലാണ്ടി ഗ്രാമീണ ബാങ്കും കനറ ബാങ്കും കേട്ടോ, അതിൽ മൈനസാ ലോൺ അടവ്. ഇതുവരെ കൊടുത്തിട്ടില്ല. ഞാനൊരു അധ്യാപികയാണ്, ഒരു ആൺകുട്ടിന്റെ അമ്മയാണ്.
തനിക്കിതിൽ പങ്കില്ല, ലഹരി ഇടപാടിൽ പങ്കില്ല എന്നുള്ളതാണ് അധ്യാപിക കൂടിയായ കീർത്തന മാധ്യമങ്ങളോട് ഇന്നിപ്പോൾ പ്രതികരിച്ചത്. വിശദാംശങ്ങളാണ് അഭിജിത്ത് മുഴക്കുന്ന് നൽകിയത്.